السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. MGMന്റെ ജില്ലാ ഭാരവാഹികളെ, ബഹുമാന്യ സഹോദരിമാരെ, ഈ സെഷൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഉച്ചയ്ക്ക് മുമ്പുള്ള അവസാനത്തെ ക്ലാസ്സിലാണ്. സമയം വളരെ പരിമിതമാണ്. നമ്മുടെ ആദർശം എന്ന വിഷയത്തിലാണ് ചില പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം അള്ളാഹുവിന് സമർപ്പിച്ച ആളാണ്. ജീവിതത്തിൻ്റെ ഓരോ തലത്തിലും ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ആ റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ് താൻ ജീവിക്കുന്നത് എന്ന ബോധത്തോടെ കഴിയേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ മനസ്സിലാക്കുക, അവനെ അറിയുക, അവൻ്റെ നിർദ്ദേശങ്ങൾ എന്ത് എന്ന് പഠിക്കുക എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനങ്ങളായ ചില കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളായ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നമസ്കരിക്കുന്നുണ്ട് നാം. ഈ നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്ത് അത് നമസ്കാരമാണ്. അതുപോലെ നോമ്പ് വലിയ പ്രാധാന്യമുള്ള മഹത്വമുള്ള ഇബാദത്താണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജിന് വേണ്ടി, ഈ വർഷം അവസരം ലഭിച്ച ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. ഹജ്ജിൻ്റെ മഹത്വം, അത് ചെയ്താലുള്ള പുണ്യം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മഖബൂൽ മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന മനുഷ്യൻ വരുന്നത് കയൗമി വലദത്ഹു ഉമ്മുഹു എന്നാണ്. തൻ്റെ മാതാവ് അവനെ പ്രസവിച്ചപ്പോൾ പാപമില്ലാത്തവനായിരുന്നല്ലോ അവൻ, തെറ്റുകളില്ലാത്തവനായിരുന്നല്ലോ അവൻ. അതുപോലെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ് അവൻ തിരിച്ചു വരുന്നത് എന്നാണ്. ഇങ്ങനെ ഓരോന്നും നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ സ്വതക്കക്ക് അതിൻ്റെ മഹത്വമുണ്ട്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണം ചെയ്യും, അതിന് വലിയ പുണ്യമുണ്ട്. ഇങ്ങനെ ഓരോന്നും പുണ്യകരമാണ്. പക്ഷേ ഈ പുണ്യങ്ങൾ ലഭിക്കണമെങ്കിൽ, ഈ മഹത്വങ്ങൾ ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു യോഗ്യത ഉണ്ടാകണം. നമുക്കറിയാം, ഈ വർഷത്തെ SSLC പരീക്ഷയും +2 പരീക്ഷ, അതിലേക്ക് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാനിരിക്കുന്ന സമയമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു കുട്ടി നന്നായി എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം നന്നായിട്ട് അറിയുന്നൊരു കുട്ടി ഉത്തരമെല്ലാം എഴുതി വെച്ചു. പക്ഷേ തൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട സ്ഥലത്ത് ആ കുട്ടി ആ നമ്പർ എഴുതിയിട്ടില്ല എങ്കിൽ ആ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് എത്തില്ല. അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യമായിരുന്നു അത്. ഇതിലും വലിയ രൂപത്തിൽ ഈ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ, ഈ നോമ്പ് സ്വീകരിക്കപ്പെടാൻ, ഈ ഹജ്ജും ഉംറയും സകാത്തും സദഖയും മറ്റ് അമലുകളും സ്വീകരിക്കപ്പെടാൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം
വളരെ ഗൗരവത്തോടെ ഈ വിഷയം പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ അടിസ്ഥാനപരമായി വേണ്ട കാര്യമാണ് ഇത് എന്നതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹയി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്കും കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും വഹയി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന്. കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ് സ്വർഗം. ഈ ലോകത്തെ വേദനകൾ സഹിക്കാൻ നമ്മൾ ഒരുക്കമാണ്. ഇവിടുത്തെ പ്രയാസങ്ങൾ അത് സഹിക്കാൻ നാം ഒരുക്കമാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്ത, ഇതൊക്കെ സഹിച്ചാലും പരലോകത്തെനിക്ക് പ്രയാസമുണ്ടാകരുത്, പരലോകത്തെനിക്ക് വേദനയുണ്ടാകരുത്, അവിടെ നരകമുണ്ടാകരുത്, അവിടെ സ്വർഗമുണ്ടാകണം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ആ സ്വർഗം, ഒരു കാതും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ആ സ്വർഗം, ഒരു മനുഷ്യ മനസ്സും ചിന്തിച്ച് സങ്കല്പിച്ച് പ്ലാൻ ചെയ്ത് എത്തിയിട്ടില്ലാത്ത ആ അനുഗ്രഹത്തിന്റെ ലോകം, ആ സ്വർഗത്തിൽ എത്തണമെന്നതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞൊരു പ്രയോഗമുണ്ട്, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ആ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. നിങ്ങൾ എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടോ ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് എന്നാണ്. പക്ഷേ ഓർക്കേണ്ടത്, ആ സ്വർഗം ലഭിക്കാൻ അടിസ്ഥാനപരമായി വേണ്ട കാര്യമാണ് തൗഹീദ്. ശിർക്കെങ്ങാനും വന്നു പോയാൽ, അല്ലാഹുവിൽ പങ്കു ചേർത്ത് പോയാൽ ആ സ്വർഗം എന്നേക്കുമായി നഷ്ടപ്പെടും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു യുശ്രിക ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആർ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നവോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം ഹറാമാക്കും. പിന്നെ അവന്റെ സങ്കേതം അന്നാർ, അത് നരകമാണ് എന്ന്. അതുകൊണ്ട് ബഹുമാന്യ വിശ്വാസികളെ, അല്ലാഹുവിലെങ്ങാനും ശിർക്ക് ചെയ്താൽ ആ സ്വർഗം ഒരിക്കലും ലഭിക്കില്ല എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ബോധത്തിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ദഅവാ പ്രവർത്തനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തൗഹീദ് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഈ ശിർക്ക് സമൂഹത്തിലേക്ക് പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ല പറയുന്നവരാണല്ലോ, അത് ചൊല്ലുന്നവരാണല്ലോ, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലോ, പിന്നെ എങ്ങനെ നമ്മിൽ വരാനാണ് എന്ന്. എന്നാൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിദ്ദുൽം, അവരുടെ വിശ്വാസം ദുൽമുമായി ചേർക്കാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട്, പക്ഷെ ഒപ്പം ശിർക്കും കലരാൻ ഇടയുണ്ടെന്നല്ലേ അല്ലാഹു പറയുന്നത്, അത് ഉണ്ടാകരുതെന്നല്ലേ പറയുന്നത്. അതിനാൽ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖൂ ഹാദാ ശിർക്ക് ഫഇന്നഹു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംൽ. ഈ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി, രഹസ്യമായി, അറിയാതെ, ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ അത് കടന്നു വരാൻ ഇടയുണ്ട്. ഗൗരവത്തോടെ കാണണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ ശൈഖ് ജീലാനി പോലും ചോദിക്കുന്നുണ്ട് തന്റെ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ശൈഖ് ജീലാനി ചോദിക്കുകയാണ്, നീ എങ്ങനെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര ഇലാഹുകളാണ് ഉള്ളത്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക. അല്ലാഹുവിന് പുറമെ നീ അവലംബമായി എന്തെല്ലാം ഏതിനെല്ലാം കാണുന്നോ അതൊക്കെ നിന്റെ വിഗ്രഹമാണ്.
ഫലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്. അതുകൊണ്ട് മനസ്സിൽ ശിർക്കുണ്ടായിരിക്കെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ല പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണമെന്ന്, ആ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ജീവിതത്തിന്റെ പല സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നവരാണ്, അങ്ങനെ ആകുമെന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. നോക്കൂ, നമ്മൾ നമസ്കരിക്കുമ്പോൾ നാം പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ പ്രഖ്യാപനം ആവർത്തിച്ചിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നമസ്കാരത്തിൽ നാം ആവർത്തിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അവനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന്. ഇനി നോക്കൂ, നമ്മുടെ മുമ്പിൽ കുറെ ഉദാഹരണങ്ങൾ, ചില ചരിത്ര സത്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ചില പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച കുറെ പ്രവാചകന്മാരുടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയായിരുന്നു അറിയോ? ഈ ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കാനിടയുള്ള 3 പ്രധാന തലത്തിലെ പരീക്ഷണങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ മക്കൾ തന്റെ കൺമുന്നിൽ ഓരോരുത്തരായി മരിച്ചു വീണു. ചെറിയ പരീക്ഷണമാണോ ബഹുമാന്യ വിശ്വാസിനികളെ? കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, ആ സമ്പത്ത് ഇല്ലാതായി. അതിന്റെ പുറമെ അതിശക്തമായ രോഗം, വല്ലാത്ത രോഗം. ചരിത്രം കാണുക, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണുക, അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും വിട്ടുനിന്നു എന്നാണ്. ബാക്കി എല്ലാവരും വിട്ടുനിന്നു പോയി. ആ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിയുമ്പോ ആ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറ വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇടയ്ക്ക് നാം ഓർക്കേണ്ടത്, വിശ്വാസികളാണ് നാം, ഫർളുകൾ ഒഴിവാക്കാത്തവരാണ് നാം, ഹറാമ് ചെയ്യാത്തവരാണ് നാം. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ തളർന്നു പോകരുത്. എനിക്കെന്താ ഇങ്ങനെ? ഞാൻ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണല്ലോ, ഫർളൊന്നും ഒഴിവാക്കാത്ത ആളാണല്ലോ, അതുപോലെ സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരുന്ന ആളാണല്ലോ. അങ്ങനെയുള്ള എനിക്ക് എന്താ ഇങ്ങനെ ഒരു പരീക്ഷണമെന്ന് ചിന്തിച്ച് അള്ളാഹിനെ കുറിച്ച് നെഗറ്റീവായ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. പറഞ്ഞു വന്നത്, ആ മഹാനായ പ്രവാചകൻ തന്റെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പറയുന്നത് തന്റെ പരാതി. അതുപോലെ തന്നെ നോക്കൂ, നമ്മൾ മഹാനായ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ കാണാതെ ഏറെ വിഷമിച്ച പ്രവാചകനാണ്. തന്റെ കുഞ്ഞിനെ കാണാതെ കരഞ്ഞ് വിഷമിച്ച് കണ്ണ് കലങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ, ആ നിലക്ക് വിഷമിച്ചിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇന്നമാ അഷ്കു ബത്ഥി വഹുസ്നി ഇലല്ലാഹ്. എന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അർപ്പിക്കുന്നു എന്നാണ്. അല്ലാഹുവിലേക്കാണ് അർപ്പിച്ചത്. ബഹുമാന്യ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇനി സന്തോഷമുണ്ടാകുമ്പോഴും ഏത് സന്ദർഭത്തിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരിക്കണം. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സന്ദർഭങ്ങളിൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ പ്രാർത്ഥന നടത്തിയത് ലോകത്തിന്റെ സഖാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരുന്നു. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരുന്നു. ഇത് ഇവരുടെ മാത്രം അവസ്ഥയല്ല. ഏത് പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ചാലും അവരൊക്കെ പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമായിരുന്നു. സന്താനമില്ലാതെ വിഷമിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് നൽകണേ എന്ന്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതുപോലെ സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ എനിക്ക് പ്രായാധിക്യത്താൽ വഹനൽ അൽമു മിന്നി വഷ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എൻ്റെ എല്ലുകൾ ദുർബലമായിട്ടുണ്ട്, തല നിറച്ച് തിളങ്ങുന്നുണ്ട്, എങ്കിലും അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ നിരാശനല്ല എന്ന് അല്ലാഹുവോട് അദ്ദേഹം പറയാണ്. ഈ പ്രവാചകന്മാരൊക്കെയും അവിടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധി സന്ദർഭങ്ങളിൽ അല്ലാഹു തആലയോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. മുജാഹിദ് പ്രസ്ഥാനയോട് പറയാണ്, ആ പ്രവാചകന്മാരൊക്കെയും പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രമായിരിക്കണം നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്താനമില്ലാതെ വിഷമിച്ച സന്ദർഭത്തിൽ നോഹ് നബിയോട് സഹായം ചോദിച്ചിട്ടില്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമോട് സഹായം ചോദിച്ചിട്ടില്ല, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമോട് സഹായം ചോദിച്ചിട്ടില്ല, ഹവ്വാ ബീവിയോട് സഹായം ചോദിച്ചിട്ടില്ല, അല്ലാഹുവോട് മാത്രമാണ്. അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സന്താനമില്ലാതെ വിഷമിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇങ്ങനെ ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇതാണ് പ്രവാചക ചര്യ പഠിപ്പിക്കുന്നത്. അതിന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ മാലകളും മൗലിദുകളും ഖുതുബിയത്തും ഒക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്ന ആ നിലക്കുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന ദുരവസ്ഥ സമൂഹത്തിലുണ്ട്. അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾ ഉള്ള മങ്കോസ് മൗലിദ്, ഖുതുബിയത്ത്, അതുപോലെയുള്ള മുഹയ്യിദ്ദീൻ മാല തുടങ്ങിയുള്ള സാധനങ്ങൾ സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ പ്രബോധനത്തിന് ഫലമായി കുറെ നാട് നീങ്ങിയിട്ടുണ്ടെങ്കിലും ഇനിയും പല ശേഷിപ്പുകളുമുണ്ട്. നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കുന്നവരാണ്. ആ രംഗത്ത് ഒന്നുകൂടെ സജീവ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യ വിശ്വാസികളെ, ഇത്രമാത്രം അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊരു മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. അയാൾക്ക് ശാശ്വതമായി നരകമാണ്, സ്വർഗം അയാൾക്ക് ഒരിക്കലും ലഭ്യമല്ല എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോ ദിവസവും രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ എത്ര പ്രാർത്ഥനകളാണ്. എല്ലാം അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇതുപോലെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവോട് മാത്രം നടത്തുക. അമ്പിയാക്കളൊക്കെ പഠിപ്പിച്ച പോലെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ, പ്രവാചകചര്യ പഠിപ്പിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്നത് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുക. നാം ആ രംഗത്തെ അതിശക്തമായ ദഅവാ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ സംഗമം കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.